വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഞാൻ അപ്പനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. കാണാനോ? ഇന്നലെ രാത്രി നീ എന്നെ കണ്ടതല്ലേ? അതെ. അപ്പൊ കാലത്ത് പറമ്പിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ച. അതിനെന്താ, ഇവിടുന്ന് ഞാനങ്ങ് വീട്ടിലേക്കല്ലേ വരുന്നത്. എന്താടാ മോനെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? കാശ് വല്ലതും വേണമായിരിക്കും. അപ്പൻ്റെ ഈ വക കളിയാക്കൽ വർത്താനം കേൾക്കുമ്പോഴാണ്. അല്ലാതെ പിന്നെ കാശിനല്ലാതെ നീ എന്നോട് സംസാരിക്കാറുണ്ടോ? പിന്നെങ്ങനെയാ? ഇതല്ലേ സംസാര രീതി. ഓ, അപ്പോൾ എൻ്റെ സംസാര രീതിയാ കുഴപ്പം. എന്നാലും നിന്റെ പ്രവൃത്തികളല്ല. എൻ്റെ പ്രവൃത്തികളോ? ആ, നാഴികക്ക് 40 വട്ടം നീ ബിസിനസ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി നശിപ്പിക്കുന്ന കാശില്ലേ, അതൊന്നും നിന്റെ പ്രവൃത്തികളല്ലേ? അപ്പൻ ഒരുമാതിരി ഈ നേഴ്സറി കുട്ടികളോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. കാള പോലെ വലുതായിട്ട് എന്താടാ കാര്യം? നേഴ്സറി പിള്ളേരുടെ സ്വഭാവമാണെങ്കിൽ അതേപോലെ അല്ലേ പെരുമാറാൻ പറ്റൂ. ഈ പറഞ്ഞ നാവ് കൊണ്ട് തന്നെ ഞാൻ അപ്പനെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിക്കും. ഈ ജന്മത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. എടാ, അറിയാൻ പാടില്ലാത്ത പണിക്ക് പോകരുത്. അത് എടാ, കാശിന് വേണ്ടിയാണെങ്കിൽ നീ എന്നോട് സംസാരിക്കണ്ട. അപ്പൻ ആദ്യം ഞാൻ പറഞ്ഞു കേക്ക്, എന്നിട്ട് പറയും. ഞാനൊരു നേഴ്സറി തുടങ്ങാൻ വേണ്ടി പോണേ. ആ തുടക്കത്തിൽ കുറച്ച് കാശ് വേണം. കുറച്ച് കാശെന്ന് വെച്ചാ ഒരു 5 ലക്ഷം രൂപയോളം പ്രാരംഭ നടപ്പിക്കായിട്ട്. ആ, ബെസ്റ്റ്. പഠിക്കാൻ വിട്ട നേരത്ത് പഠിച്ചില്ല, പ്രീ ഡിഗ്രി നിർത്തി പോന്നു. ഇപ്പൊ പിള്ളേരെ പഠിപ്പിക്കാൻ പോണ. അപ്പൊ അറക്കുന്നതിന് മുമ്പ് പിടക്കല്ലേ? ആ നേഴ്സറി അല്ല, ഇത് ചെടികളുടെ നേഴ്സറി. എടാ, ഈ പറമ്പിൽ എന്തെങ്കിലും ഒരു ചെടി നീ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാ? ആ, നീയാണ്. ഒന്ന് നിർത്തിയേ. എന്തു പറഞ്ഞാലും ഒരു നെഗറ്റീവ് വർത്താനം. പിന്നെ എങ്ങനെ പുരോഗതി ഉണ്ടാകാനാണ്? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. റോമ 12-ാം അധ്യായം 2-ാം വാക്യം. ഓ, എന്റെ പൊന്നു മോനെ, ഉള്ള പുരോഗതിയൊക്കെ മതി. ഇതും പറഞ്ഞ് നീ 10 പൈസ എൻ്റെ ഇരുന്ന് വാങ്ങിക്കാൻ നോക്കണ്ട. മെഴുകുതിരി, ചന്ദനത്തിരി, വീടിന്റെ പുറകിലെ ഷെഡിൽ എന്തൊക്കെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിപ്പോ പുതിയ ഇടപാടായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. എടാ, നീ നല്ലവനായിരുന്നെങ്കിൽ ആ ജംഗ്ഷനിൽ കട വല്ലവരിക്കും വാടക കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ഒരു ഉണക്ക കട. കാലം മാറാൻ കോലം മാറാൻ പഠിക്കണം. നിനക്കെന്താണ് ഇത്ര പുജ്ഞം? എടാ, ആ കട കൊണ്ടാണ് എൻ്റെ അപ്പം 3 മക്കളെ വളർത്തിയത്. 2 പെൺമക്കളെ കെട്ടിച്ചടക്കുകയും ചെയ്തു. എനിക്ക് കേൾക്കേണ്ടത് നിങ്ങളുടെ പഴംപുരാണം. കാശ് തരാൻ പറ്റുവാ? പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളെ ഞാൻ എന്നോട് കളിച്ചാളുണ്ടല്ല. എന്നോട് കളിക്കാൻ തരണ്ടല്ല. അയ്യോ,
ആ നീ വന്നോ? ആ ഞാനിപ്പോൾ വിളിക്കാൻ പോയതാ. പുള്ളിക്കാരനവിടെ ആ നഴ്സറി തന്നെ വെയിറ്റ് ചെയ്യണേ, ആ ജാക്കിപ്പേണ്ണേ. അല്ല, അയാൾ ചെടികളുടെ വിലയിൽ കുറവൊന്നും പറയാനില്ല. പക്ഷേ സ്ഥലത്തിൻ്റെ റെൻറ്റിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. 15,000 രൂപ എന്നത് 13,000 രൂപയാക്കിയിട്ടുണ്ട്. 30 സെൻറ്റല്ലടാ സ്ഥലം. ആ സ്ഥലത്ത് അത്രയും ചെടികളുമില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഇത് നിനക്ക് ഭയങ്കര ലാഭമാണ്. സംഗതി ശരിയാണ്. പക്ഷെ ജോയി, അപ്പൻ ഈ അമ്പിനും ബില്ലിനും എടുക്കുന്ന ലക്ഷണമില്ല. അഡ്വാൻസ് ഒന്ന് കൊടുത്ത് ഉറപ്പിക്കാൻ എത്ര രൂപ വേണ്ടി വരും? അതിപ്പോൾ ഒരു 50,000 രൂപ. ഓ, വേണ്ട, 25,000 രൂപയിലും സംഗതി ഉറപ്പിക്കാം. ബാക്കി ഒരു 4 ലക്ഷത്തിന് ഇനിയിപ്പോൾ എവിടുന്നാ? അല്ല, ഞാൻ നിന്റെ അടുത്ത് അങ്ങ് നിർബന്ധം പിടിക്കുന്നതേ എന്താന്ന് വെച്ചാൽ, നിന്റെ കമ്മീഷന് വേണ്ടിയിട്ടല്ലേ? ശേ, നീ എന്നെ അങ്ങനെ കരുതിയാണത്. അതിനേലും നിനക്ക് 10 കാശ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ. എടാ, വിയറ്റ്നാം എയർലി ഒരു ദിവസം 10 എണ്ണം പോയാൽ മതി. 350-400 രൂപ വില വരും. അപ്പം 350 × 10 എത്രയായി? പിന്നെ 3-4 റംബൂട്ടാൻ പോയാലോ? 650 × 4 എത്രയായി? വേണ്ട, ഒരു ജംബോട്ടിക്ക് പോയാലോ? ഒന്നിന് 10,000 രൂപയാ. പകുതിക്ക് പകുതി നിനക്ക് ലാഭം. ഇതൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണേ. പിന്നെ മോൺസ്റ്റർ, അഗ്ലോണിമ, കാലത്തായ്ക്കൊക്കെ 100 മുതൽ 200 രൂപ വരെയാണ് വില. അഗ്ലോണിമേ 100 മുതൽ 600 രൂപ വരെയൊക്കെ വിലയുണ്ട്. എങ്ങനെയും പെർ ഡേ ഒരു 10-15,000 രൂപയുടെ കച്ചവടം നടക്കും. നീ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ സംഗതി നടക്കും. പിന്നെ ലാഭത്തിൻ്റെ പുറത്ത് ലാഭം ആണല്ലേ? പിന്നല്ലാതെ. എടാ, ഞാൻ നിന്നെ വിളിക്കാം. വിളിക്കല്ല, ഇത് നമുക്ക് നടത്തണം. ഇന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടേ കുറച്ച് ദിവസം കൂടി നീട്ടി മേടിക്കാം. എന്നാ ശരിടാ. ആ, ഓക്കെ. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല. പ്രഭാഷകൻ 19-ാം അധ്യായം 4-ാം വാക്യം. ആ സാബു, നീ എന്താ ഈ ഏരിയയിൽ? ഞാനിവിടെ ഒരു സെയിലിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നത്. സെയിലാ? എന്ത് സെയില്? എൻ്റെ സാബു, നമ്മുടെ ഏരിയയിലെ ആ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തുള്ള നഴ്സറി ഇല്ലേ? ആ ജഗപ്പെണ്ണല്ലേ? അതെ, അതങ്ങേര് കൊടുക്കാൻ പോവാണ്. കൊടുക്കാനെന്ന് പറഞ്ഞാ വിൽക്കാനാ? അല്ലെന്നേ, റെന്റിനെ. ഈടാ, അവിടെയൊക്കെ ആര് എന്ന് ചെടി മേടിക്കാനാണ്? അത്ര ഉള്ളിലല്ലേ അത്? ആ ഇട്ടാവട്ടത്തിലുള്ള ആരെങ്കിലും വല്ല ഓർക്കിഡോ ചെറിയ ചെടികളോ മേടിച്ചാലായി. അതൊക്കെ റെന്റിന് എടുക്കണവരെ ഈച്ചേനെ ആട്ടിയിരിക്കേണ്ടി വരും. ഞാനതൊക്കെ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് എൻ്റെ കമ്മീഷൻ കിട്ടിയ പോരെ. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 6-ാം വാക്യം. ഇവിടെ വന്നൊരു ചങ്ങാതിയെ അത് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ പുള്ളിക്കൊരു നോട്ടമുണ്ട്. ആ ചങ്ങാതിയായിട്ടൊന്ന് സംസാരിക്കാൻ വന്നത്. അതിന് ഉറപ്പിച്ചോ? ഏതാണ്ട് ഉറപ്പിച്ച നോട്ടാ. അപ്പൊ കോളടിച്ചല്ല. ഈ നേഴ്സറി മേടിച്ചേക്കണ ആളെ അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ നീ ആ ഏരിയയിലേക്ക് പോരുന്നുട്ടോ. വാ, കേറ് നീ. പോട്ടെ. ഷേർലി, നീ അങ്ങയുടെ കാര്യം ഒന്നോട് പറയാൻ നിൽക്കണ്ട. അങ്ങയുടെ മനസ്സ് നിറച്ച് ദുഷ്ടത.
അങ്ങനെയൊന്നും പറയണ്ടെന്നാ. പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാണ്? അപ്പനോ? നീ പേടിക്കാണ്ടിരിക്കുക. സംഗതി നീ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ മാറും. അവിടെ താമസിക്കുന്നതിൻ്റെ ഒരു അഹംഭാവം ഉണ്ട്. നമ്മ വാടക പോകുന്നേ. നീ നോക്കിക്കോ. കരഞ്ഞ് കാല് പിടിച്ച് വരും എൻ്റെ അടുത്ത്. ഞാൻ എവിടെയെങ്കിലും ആകട്ടെ, നീ ഫോൺ വെച്ചേ. അതേ, കൂട്ടുകാരനെ പറ്റിയാണ് ഈ പറഞ്ഞതെല്ലാം. എൻ്റെ ചേട്ടാ, ഉള്ളത് മുഴുവൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നോണ്ട് വല്ല കാര്യമുണ്ടാ? മക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കണം. ഇതിങ്ങനെ നിധികാക്കുന്ന ഭൂതത്തിൽ ഇരിക്കുമ്പോൾ മറ്റു പലരോടും എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, തരൂല. എന്താ കാരണം? കുടുംബത്ത് കാശുള്ളവന് നമ്മൾ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നല്ലേ ചിന്തിക്കൂ. അല്ല, ചേട്ടൻ എന്താ മിണ്ടാത്തെ? അല്ല, ഞാൻ മോൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കല്ലേ. അതേ, ഞാനൊരു നേഴ്സ് തുടങ്ങിയാലൊന്ന് ആലോചിക്കുക. എന്തിനാണേലും കാശില്ലാതെ പറ്റുമോ? അത് പറഞ്ഞാൽ അപ്പൻ്റെ തലയിലേക്ക് കയറണ്ടേ? എന്തു പറഞ്ഞാലും ഒറ്റ വർത്താനവും. ബുദ്ധി ഉണ്ടെങ്കിൽ കാശിന് 2ാം സ്ഥാനം ഉള്ളെന്നു. ഞാൻ പറയുന്നത് കാശിന് 1ാം സ്ഥാനമാണെന്നാണ്. പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. പ്രഭാഷകൻ 31 അധ്യായം 5 വാക്യം. കാശിന് 1ാം സ്ഥാനമാണെന്ന് എന്ന് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ല, നേരത്തെ എന്തോ തേങ്ങ മൊത്തമായിട്ടെടുത്ത് അത് കൊപ്രയാക്കി അങ്ങനെയൊക്കെ എന്തോ ചെയ്തിരുന്നില്ലേ? ഓ, അത് ഞാനങ്ങോട്ട് നിർത്തി. വല്ലാത്ത മെനക്കെടാണെന്നേ. അതിനകത്ത് കുറേയൊക്കെ ചീഞ്ഞും പേടുമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവും. പിന്നെ ഉള്ളത് ഉണക്കി കൊടുത്തു കഴിഞ്ഞിട്ട് മെച്ചമൊന്നും കാണൂലെന്നേ. ഒരു തെങ്ങി കയറുന്നതിന് റേറ്റ് എത്രയെന്ന് അറിയാമോ? ഇനി അതെന്തെങ്കിലും ആകട്ടെ എന്ന് വെക്കാം. അവന്മാരുടെ ഒരു ഡിമാൻഡ് കാണണം. മോന്തക്കിട്ടൊരു കുത്തുകുത്താൻ തോന്നും. ഏയ്, അത് ഞാൻ വിട്ട്. അത് നമുക്ക് ശരിയാവൂലെന്നേ. എൻ്റെ ചേട്ടാ, കാശ് മുടക്കിയ അത് ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടണം. കഠിനാധ്വാനം ചെയ്ത ഏത് കാര്യത്തിനാണെങ്കിലും കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും അതിന് റിസൾട്ട് ഉണ്ടാവും. ഓ, ഭയങ്കര കഠിനാധ്വാനം എന്നൊക്കെ പറയുന്നതേ ബുദ്ധിയില്ലായ്മയുടെ ലക്ഷണമാണെന്നാണ്. ബുദ്ധിയുള്ളവരുടെ ലക്ഷണം, ലക്ഷ്യം എളുപ്പത്തിൽ എങ്ങനെ സമ്പാദിക്കാം. ഞാനൊക്കെ ആ ട്രാക്കിലാണ്. ഈ കൊപ്രയ്ക്ക് മുമ്പ് ചന്ദനത്തിരിയോ മെഴുതിരിയോ നിർമ്മാണ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നില്ലേ വീട്ടിൽ തന്നെ? ഏയ്, അതൊക്കെ ഒരു 6 മാസത്തിനുള്ളിൽ നിന്നില്ല. മുടക്ക് മുതൽ പോയത് മിച്ചം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതേ പുതിയൊരു പരിപാടിയാണ്. അതായത്, അല്ലെങ്കിൽ വേണ്ട, സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാം. ഓ, അത് മതി. എന്തായാലും ദേ നന്നായിട്ട് ആലോചിച്ചിട്ട് മതി. അതത്രേ ഉള്ളൂ. നമുക്ക് എത്രയൊക്കെ ബുദ്ധി ഉണ്ടായിട്ടും ഒരു കാര്യമില്ല ചേട്ടാ. അപ്പം കാശ് തരണ്ടേ? അല്ല, അപ്പോ ഇതിനു മുമ്പ് നടത്തിയ ബിസിനസ്സിനൊക്കെ ആരാ കാശ് മുടക്കിയത്? അപ്പൻ. അല്ലാതെ എൻ്റെ കയ്യിൽ എവിടെ കാശി? മുടക്കിയത് കിട്ടാതാവുമ്പോ ആർക്കായാലും ചെറിയൊരു മടിയൊക്കെ വരുമല്ലോ പിന്നെയും കാശ് മുടക്കാനേ. എന്നും ഇങ്ങനെ ഇരിക്കുവോ? വിജയം ഉണ്ടാകാണ്ടിരിക്കുവോ? അല്ലേ തന്നെ അപ്പനുള്ളതെല്ലാം എനിക്കുള്ളതല്ലേ? അത് തന്നില്ലെങ്കിൽ വാങ്ങിക്കാനൊക്കെ എനിക്കറിയാം. അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ മോനെ? അല്ല, ഒരു ദിവസം ഞാനൊന്ന് കൊടുത്തതാണ്. ഇനി ഇതിനും അത് തന്നെ വേണമെന്നൊക്കെയാണ് എനിക്ക് തോന്നണത്. എത്ര കൊണ്ടാലും നാളെ മനുഷ്യനാണ്. അല്ലോ, ഒരു കാരണവശാലും ഒരു സമയത്തും മാതാപിതാക്കളെ ഉപദ്രവിക്കരുത്. ആ തത്വജ്ഞാനമൊക്കെ പണ്ട്. ഇപ്പം അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോഴേ കാര്യങ്ങൾ ശരിയായിട്ടൊക്കെ നടക്കും. അല്ലാതെ നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാകാന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ല ഒരു രക്ഷ ഉണ്ടാവില്ല. അത് വെറുതെ തോന്നുന്നതാ. പകരം വലിയൊരു തിന്മ ഭാവിയിലേക്ക് കരുതി വെക്കുക ഈ ചിന്തയും പ്രവൃത്തിയും കൊണ്ട് നമുക്ക്.
ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം പറയാം. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ ആലോചനകളുടെയും പ്രവൃത്തികളുടെയും സത്യസന്ധമായ അവസ്ഥ ഏറ്റവും കൂടുതൽ ആഴത്തിൽ അറിയാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. അപ്പോൾ അതിനുള്ള പ്രതിഫലത്തിൻ്റെ ആഴവും അളവും നമുക്ക് തന്നെയായിരിക്കും അറിയാൻ കഴിയുക. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ പാപത്തിൻ്റെ ശമ്പളം എനിക്ക് തന്നെയാണ് ആദ്യം അറിയാൻ കഴിയുന്നതെന്ന്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ചേട്ടാ. ചേട്ടനെന്തോ അനുഭവം പറയാണെന്ന് പറഞ്ഞില്ലേ, അത് പറ. ഇനി അത് സിമ്പിളാണ്. എനിക്ക് ഒരു 10-40 വർഷം മുമ്പ് ഇതുപോലെ എൻ്റെ അപ്പനെ അനുസരിപ്പിക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു. അന്ന് എനിക്ക് 10-27 വയസ്സാണ്. സൈക്കിൾ വാങ്ങി തരാത്തതിന് കട്ടിളപ്പടിയിൽ നിന്ന് അപ്പനെ തള്ളി മാറ്റിയിട്ട് ദേഷ്യത്തിൽ ധൃതിയിൽ ഞാൻ പുറത്തേക്ക് പോയതാ. കട്ടിളയിൽ തട്ടി അപ്പൻ്റെ തല പൊട്ടി ചോര വന്നു. അന്ന് എൻ്റെ അപ്പൻ എന്നൊരു നോട്ടം നോക്കിയത് ഇന്നും എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുക. വർഷങ്ങൾക്ക് ശേഷം 10-17 വയസ്സുള്ള +2കാരനായ എൻ്റെ മകൻ എൻ്റെ തല മനഃപൂർവ്വം തല്ലി പൊട്ടിച്ചു. ബൈക്ക് വാങ്ങിക്കൊടുക്കാതിരുന്നതിന്. അവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്നേലും തിന്മയുടെ കാര്യത്തിൽ ഒരു പടി മുന്നിൽ പോയി അവൻ. അവൻ്റെ ആ പ്രവൃത്തി എന്നെ വേദനിപ്പിച്ചില്ല. കാരണം തലയിൽ ചോരയുമായി നിന്ന എൻ്റെ അപ്പൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിലപ്പം തെളിഞ്ഞു വന്നു. എൻ്റെ ഉയർച്ചകളിൽ എല്ലാം സന്തോഷിച്ചിരുന്ന എൻ്റെ അപ്പൻ്റെ മനസ്സിൻ്റെ ശരിക്കുള്ള വേദനയുടെ ആഴം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞത് അപ്പോഴാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് വേദനിക്കുന്ന ഓരോ മാതാപിതാക്കളുടെയും അപ്പോഴുള്ള മനസ്സിൻ്റെ തേങ്ങലങ്ങ് ഒരു സെക്കൻഡ് കൊണ്ട് മുകളിൽ തമ്പുരാൻ്റെ അടുത്തെത്തും. അതിന് ക്ഷമ കൊടുക്കാൻ ഭൂമിയിലുള്ള ആർക്കും കഴിയില്ല. ഒത്തിരി ശാപങ്ങൾ ഇനിയും ഏറ്റുവാങ്ങണ്ടെങ്കിൽ മോനെ, നീ അപ്പനോട് മാപ്പ് പറയും. എന്നിട്ട് ശരിയായ വഴിയിൽ നിന്ന് പാപങ്ങൾ പുറത്തു കിട്ടുമെന്ന് എനിക്കുറപ്പില്ല. പക്ഷേ ജീവിതാവസാനം വരെ നിനക്കൊരാശ്വാസം കിട്ടും. അതെനിക്കുറപ്പാണ്. ഞാൻ പോട്ടട മോനെ. ആ സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. പ്രഭാഷകൻ 4-ാം അധ്യായം 25-26 വാക്യങ്ങൾ. എന്താണ് ആൻഡോ? ചേട്ടാ, അന്ന് നമ്മൾ സംസാരിച്ച് പോകുന്നതിന് ശേഷം ഞാൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. അപ്പനെ ധിക്കരിച്ചും വഴക്കടിച്ചെല്ലാം നടക്കുമ്പോഴും
എനിക്ക് തോന്നിയിട്ടില്ലാത്ത ഒരു പ്രയാസം എനിക്കന്ന് തോന്നി. ചേട്ടൻ പറഞ്ഞില്ലേ, വേദനിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരു സെക്കൻഡ് കൊണ്ട് മുകളിലിരിക്കുന്ന ദൈവത്തിനടുത്ത് എത്തുന്നു. ഭൂമിയിൽ ആരെല്ലാം ക്ഷമിച്ചാലും ചേട്ടാ, അപ്പനോട് ഞാൻ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ അപ്പൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു ചേട്ടാ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ നിറ കണ്ണുകളോടെ എന്നെ ചേർത്ത് പിടിച്ചു. ആ സമയത്ത് അപ്പൻ്റെ മുഖത്തെ ആ സന്തോഷം അതെനിക്ക് മറക്കാൻ പറ്റില്ല. അതെൻ്റെ മനസ്സിലുണ്ടാവും ചേട്ടാ. ഞാൻ അവനെ ലാസറിനെ കണ്ടിരുന്നു. അവൻ എന്നോടെല്ലാം പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചു. എൻ്റെ അറിവിലിപ്പോൾ മകനെ ഓർത്ത് സന്തോഷിക്കുന്ന അപ്പന്മാരുടെ കൂട്ടത്തിൽ അവൻ ലാസർ മുൻപന്തിയിലാണെന്നാണ്. പിന്നെ കട വീണ്ടും തുടങ്ങാൻ പോവാണല്ലേ? അതെ ചേട്ടാ, അത് അപ്പൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. അപ്പൂപ്പൻ്റെ ആ കട നവീകരിച്ച് ഞാൻ പുനരാരംഭിക്കണമെന്ന്. ആൻറ്റോ, അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ആനുകൂല്യങ്ങൾക്കും സൗജന്യങ്ങൾക്കും അടിമപ്പെട്ടു പോയ ഒരാൾ അവയിൽ നിന്ന് പിന്തിരിയില്ല. അവ നൽകുന്ന മിനിമം ഗ്യാരണ്ടിയിൽ മറ്റുള്ളവരെ വിമർശിച്ചും ശപിച്ചും തങ്ങളുടെ കഴിവുകളും മികവുകളും പണയം വെച്ച് അവസാന ശ്വാസം വരെ ജീവിക്കും. മോനെ, നീ നിന്റെ തെറ്റ് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അനുതപിക്കുകയും രക്ഷയുടെ മുദ്ര സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ. നിനക്ക് നല്ലതേ വരും. ആ അങ്കിളെ, ആ വാ വാ. ഞാൻ വീട്ടിൽ പോയിരുന്നു. വണ്ടി ഇവിടെ വെച്ചിട്ടാ വീട്ടിലേക്ക് പോയതേ. ഓ, അല്ല, ചായ കുടിച്ചായിരുന്നോ? ആ, ആൻറ്റി ഉണ്ടായിരുന്നു. ഓ, ആ, സാബു പെങ്ങളുടെ മകനാണേ. ആ, ആൻറ്റോ നഴ്സറി വാങ്ങിക്കാൻ പോയിരുന്നില്ലേ? അതിൻ്റെ അടുത്താ ഇവൻ്റെ വീട്. ഏത്? ആ ജേക്കബേണ്ട നഴ്സറിയോ? ആ, അല്ല, മോനറിയോ? ആ, ജോയി ബ്രോക്കറായിട്ട് നിന്ന ആ നഴ്സറി അല്ലേ? ആ അതെ, അത് മേടിക്കാൻ പോയ ആളാണ്. ആ അത് തന്നെ. ആ, അത് ഞാൻ അറിഞ്ഞായിരുന്നു. ആ അത് തന്നെ. ആ, അതിൽ ജോയിക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. ജോയിനറിയില്ലേ? ആ, ലാസ്റ്റ് സമയത്താണല്ലോ ഞാൻ പിന്മാറിയത്. ഏയ് അതിൽ വിഷമിക്കൊന്നും വേണ്ട. ആ, രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ ചേട്ടൻ പെട്ടുപോയാലത് മേടിച്ചിരുന്നെങ്കിൽ. അവിടെ ഒരു മനുഷ്യനും കയറാത്ത സ്ഥലമല്ലേ. അവിടെ കൊണ്ടുപോയി കാശൊക്കെ മുടക്കിയിരുന്നെങ്കിൽ. എൻ്റെ ദൈവമേ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. സങ്കീർത്തനങ്ങൾ 128 അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.